ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലെ സെക്കൻഡ് ഷോ ഫൈറ്റർ തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ നിന്നാണ് പടം കാണുന്നത്. ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ പടം. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ്. കാരണം ഒറ്റ റീസണുള്ളൂ, ഋതിക് റോഷൻ. ഋതിക് റോഷൻ്റെ കട്ട ഫാനാണെന്ന് വെച്ചാൽ കട്ട ഫാനാണ് ഞാൻ. ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും കാണാറുണ്ട്. ഇപ്പോൾ ഈ ഫിലിം റിവ്യൂ ചെയ്തു തുടങ്ങിയ പിന്നെ ഫിലിം ഒപ്പീനിയൻ പറഞ്ഞു തുടങ്ങിയ പിന്നെ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും കമ്പൽസറി എല്ലാ പടവും കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ റീസൺ സിദ്ധാർത്ഥാനന്ദ എന്ന ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പത്താൻ എന്ന മൂവി അയാളുടെ മുമ്പത്തെ പടങ്ങളൊക്കെ ഒരു കണ്ടൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല മേക്കിംഗ് ഉള്ളൊരു ഡയറക്ടറാണ്. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കൊണ്ടുവരുന്ന ഒരു ഡയറക്ടറും കൂടിയാണ് ബോളിവുഡിൽ. അപ്പോൾ ഇന്നലെ പടം കണ്ടു. നമ്മൾ പല ഫിലിം കാണുന്ന സമയത്ത് അതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കണ്ടിട്ട് തരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണണമെന്ന് വെച്ചാണ്. പ്രത്യേകിച്ച് പട്ടാളം ഇന്ത്യ പാക് യുദ്ധം അതായിട്ട് ബന്ധപ്പെട്ട പടമായതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ നമ്മളൊക്കെ എൻ്റെയൊക്കെ ഒരു ഓർമ്മ റെഡി ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു മൂവി കാണുന്നത് പട്ടാളം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിട്ട് സംബന്ധിച്ച് 1971 നടന്നൊരു കഥയെന്ന് തോന്നുന്നു. ബോർഡർ എന്ന ഫിലിമാണ്. സന്ദേശി ആത്തേഹ്, സണ്ണി ഡിയോൾ, അക്ഷയ് കുമാർ, അങ്ങനെ കുറേ ആളുകളുണ്ടായില്ലേ. അക്ഷയ് കുമാർ, സണ്ണി ഡിയോള്, കുറേ എനിക്ക് ഈ പാട്ട് മറക്കില്ല. ആ പടമാണ് ഞാൻ ആദ്യമായിട്ടൊരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തമ്മിലുള്ള പടം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫിലിംസ് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമാണ്. കാണുമ്പോൾ തന്നെ പാകിസ്ഥാനികൾ എന്ത് പറഞ്ഞാലും പടത്തിൽ നമുക്കൊരു തിരിച്ചങ്ങോട്ട് പറയാനുള്ളൊരു ആവേശം കൂടുതലൊക്കെ ആയിട്ടൊരു ഭയങ്കര ഹരാണ്. നമ്മുടെ ഉള്ളിലേക്ക് സിരകളുടെ സാധനം കയറും. അതിനുശേഷം ഒരുപാട് പടങ്ങൾ, നായർ സാബ്, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഒരു മൂന്നാം പറ, അത് ഇതായിട്ട് റിലേറ്റഡ് അല്ല. പിന്നെ കീർത്തി ചക്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. തമിഴിൽ ഒരുപാട് പടങ്ങളുണ്ട്, തുപ്പാക്കി. പക്ഷേ ഈ പാകിസ്ഥാനായിട്ട് യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പടം വരുന്നത് കുരുക്ഷേത്ര, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധവിമാനം അതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പുൽവാമ സംഭവമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതിൽ നടക്കുന്ന ഒരു കഥ അത് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഋതിക് റോഷൻ രക്ഷയില്ല. ഇയാളെ കണ്ട് എൻ്റെ ഓർമ്മ റെഡി ആണെങ്കിൽ 2000 കഹോന പ്യാർ ഹെ, ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ പടം കാണും ഞാൻ, കഹോന പ്യാർ ഹെ. ഇയാൾ അമിഷ പട്ടേൽ. അന്നൊരു ഇയാളെ കാണുന്ന ലുക്ക് ഇന്നലെ പടം കണ്ട സമയത്ത് എനിക്ക് ഒരു മാറ്റം തോന്നിയില്ല. അല്ല, അന്ന് ഇക്ബൽ കാജീന പാട്ട് സീനിലുള്ള പാട്ട് ആളെ ലുക്കും ഇന്നലെ ഒരു പടം കാണുന്ന സമയത്തുള്ള പാട്ട് ആൾ അത്യാവശ്യം ആൾക്ക് വേണമെങ്കിൽ കുറേ സ്റ്റെപ്പ് ഇടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ആളെ വേണമെങ്കിൽ ബോഡി ഷോ ചെയ്യാനുള്ള, പക്ഷെ അതൊന്നും ഉണ്ടായി പടത്തിലില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര ഇതായിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഭയങ്കര ദേശസ്നേഹി ആയിട്ടുള്ള ആൾ, വളരെ പ്രൊഫഷണലി ആയിട്ടുള്ള ഒരാളുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഡ്രസ്സായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ അനിൽ കപൂർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് ഹിന്ദി പടം കണ്ടു തുടങ്ങിയ പിന്നെ ആദ്യം കാണുന്ന മുഖമാണ് അനിൽ കപൂർ, അമിതാഭ് ബച്ചൻ, മിഥുൻ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ അനിൽ കപൂറിനെ കാണുമ്പോൾ ഒരു മാറ്റമില്ല. അതുപോലെ തന്നെയൊക്കെ തോന്നുന്നത് ഒരു മാറ്റമില്ലാണ്ട് തുടരുന്ന നടനാണ്. ലാസ്റ്റ് വന്ന പടം അനിമൽ, അതിലെ പെർഫോമൻസ് നമ്മൾ കണ്ടാണ്. അവിടെ ഒരു സംഭവമാണ്. ആള് ദീപിക പദുക്കോൺ രക്ഷയില്ലാത്ത ക്യാരക്ടർ, കട്ടയ്ക്ക് നിൽക്കുന്ന വെച്ചാൽ പ്രത്യേകിച്ച് ഋതിക് റോഷനൊക്കെ ആയിട്ടുള്ള കുറേ സീനുകളുണ്ട്, ഇമോഷൻ സീനുകളുണ്ട്. അതുപോലെ തന്നെ പ്രണയം പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്. അവരുടെ കണ്ണുകൾ, അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഗംഭീരമാണ്, ഒരു രക്ഷയില്ല. അവരെ ഋതിക് റോഷനും അനിൽ കപൂറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ, പിന്നെ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ ക്യാമ്പിലുള്ള ആളുകളുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ, അവരുടെ എൻജോയ്മെൻറ്റ് ഒക്കെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നമ്മളെല്ലാ പടങ്ങൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് പട്ടാള പടങ്ങളിൽ വീട്ടിലേക്ക് വിളിക്കുന്ന ക്ലീഷ ഉള്ള കുറേ കാര്യങ്ങൾ, ആ സമയത്തൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു, അങ്ങനെ ഒരുപാട് പടങ്ങൾ കണ്ടുള്ളതാണ്. പക്ഷെ അതൊന്നും നമുക്ക് വെറുപ്പിക്കാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമായ മേക്കിംഗ് ആണ് പടത്തിൻ്റെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ തരിക്കും. പിന്നെ 3D മൂവിയാണ് കേട്ടോ. 3Dയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഹിന്ദി ഫിലിമിൽ കാണാൻ നമുക്ക് കിട്ടുമ്പോൾ ആദ്യമായിട്ടാണ്. അത്രയും രസമായിട്ട് എടുത്തുള്ളൂ, രക്ഷയിലാണ് എടുത്തിട്ടുണ്ട് ശരിക്ക്. ഓരോ ഭാഗങ്ങളുണ്ട്, യുദ്ധവിമാനമായിട്ട് പാകിസ്ഥാൻ ഫ്ലൈറ്റ് ക്രൂസ് ചെയ്ത് അടിക്കണതൊക്കെ എന്ത് രസമാണെന്ന് അറിയും. പിന്നെ ആൾ ഫാമിലി ആയിട്ട് വേറെ കണക്റ്റഡ് ആണ് ഈ പടത്തിൽ. പ്രത്യേകിച്ച് ദീപിക പദുക്കോണിൻ്റെ ഫാദറായിട്ട് സംസാരിക്കുന്ന കുറച്ച് ഇമോഷണൽ സീനുകളൊക്കെ ഉണ്ട്. ഭയങ്കര ഇയാളുടെ ഫാമിലി ഇവൻ വീട്ടിൽ വന്ന് ഗസ്റ്റ് വന്നതിന് ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അച്ഛനായിട്ടുള്ള റിലേഷൻഷിപ്പും പിന്നെ പഴയ ആളൊരു ബെസ്റ്റ് ഫ്രണ്ട് മരിക്കുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഭാഗങ്ങളാണ്. ശരിക്കും തരിച്ചു പോകും. ശരിക്കും രോമാഞ്ചിഫിക്കേഷൻ തന്നെയാണ്. ഓരോ പടം 2 മണിക്കൂർ 40 മിനിറ്റ്, 1 മിനിറ്റ് പോലും ബോറടിക്കാണ്ട് ഇങ്ങനെ ഒരു ഹിന്ദി ഫിലിം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ സിരകളിൽ ഇങ്ങനെ സ്ഥാനം ദേശസ്നേഹം ഓടിയെത്തിക്കാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന ഗംഭീര ഫിലിമാണ്. ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. നല്ല തിയേറ്ററിൽ പടം കാണുക. പിന്നെ ഡയറക്ഷൻ, എനിക്ക് പല ഹിന്ദി ഫിലിംസ് കാണുന്ന സമയത്ത് കുറേ ലാഗ് അടിപ്പിച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇത് എന്തോ പറയാം, ഡയറക്ടർ, BGM, ക്യാമറ, അതൊക്കെ വേറെ ലെവലിൽ തന്നെ എടുത്തിട്ടുള്ളത്. BGM വേറെ ലെവലാണ്.
അപ്പോൾ ഒരു പറയാൻ വാക്കുകളില്ല. പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോണ്ടല്ലോ തരിക്കും. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും കൂട്ടാം വില്ലൻ രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സർക്കിൾ വരുന്ന എൻ്റെ കൂട്ടുകാരന്മാരുടെ ഫാമിലിയൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ പടത്തിൽ. പിന്നെ ഡയറക്ഷൻ മൊത്തത്തിൽ തിയേറ്റർ വാച്ച് മൂവി രക്ഷയില്ല. സബ് ടൈറ്റിലുണ്ട് ജോസിൽ കാണുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ പട്ടാള പടമാണ്. കാരണം പട്ടാള പടം എടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുമടുത്ത് ഒരുപാട് പടങ്ങൾ കണ്ടതാണ്. അതൊന്നും ആവർത്തന വിരസത തോന്നാതെ ചില ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും 100% ഇറങ്ങിപ്പോരുമ്പോൾ രക്ഷയില്ലാണ്ട് ഫീൽ ചെയ്യുന്നൊരു മൂവിയാണ്. ഋത്തിക് റോഷൻ എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അയാൾ ഇത്ര റോളിലാണ് വരുന്നറിയും. മാറി മാറി പല പല ഡ്രസ് കോഡിലൊക്കെ വരുന്നുണ്ട്. അയ്യോ, ആ സ്വാഗ് സ്ക്രീൻ പ്രസൻസ്, അനിൽ കപൂർ ആയാലും കേട്ടോ, ദീപിക പദക്കോണായാലും ഒരൊന്നും പറയാല്ലേ, പോയി പടം കാണുക, വേറെ മൂഡ് സാധനം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.